ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ആദ്യമായിട്ടൊരു ഇഫ്താർ നോയമ്പ് കൂടിയാലോ. ആക്ച്വലി നമ്മൾ നോയമ്പിലാണ്. നമ്മൾ കേരളീയർ മാത്രം പറയണ്ട, ഇന്ത്യക്കാർക്ക് നമുക്കങ്ങനെ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ പോലും നോയമ്പൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് 2.5 വർഷമായി ഞാനിപ്പോൾ സൗദി വന്നിട്ട്. അപ്പോൾ 2.5 വർഷത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് നോയമ്പാണ്. എല്ലാം ഹാപ്പിയാണ്, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഇതിന് മുന്നേ ഞാൻ നോയമ്പ് എടുക്കുന്ന ഈ നോയമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഫെബ്രുവരി 18 തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ആദ്യത്തെ 2-3 ദിവസമൊക്കെ നോയമ്പെടുക്കാൻ വേണ്ടി നോക്കിയായിരുന്നു, എടുക്കുകയും ചെയ്തായിരുന്നു. പക്ഷെ ഞാനന്നേരം ഒന്നും ഓർക്കുന്നില്ല കറക്റ്റായിട്ട് വെള്ളം കുടിച്ചായിരുന്നോ ഇല്ലയൊന്നും ഓർക്കുന്നില്ല. എന്നാൽ പോലും അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. ഇതാദ്യമായിട്ട് ഞാൻ കറക്റ്റായിട്ട് വെള്ളമൊന്നും കുടിക്കാതെ രാവിലെ നോയമ്പ് തുടങ്ങുന്നതിന് മുന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ചെറിയൊരു ഫ്രഷപ്പൊക്കെ ആയി എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അന്നേരം നമ്മുടെ ഔട്ട് സൈഡുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ പോയിട്ടാണ് നോമ്പ് മുറിയൊക്കെ. നമുക്കത് കാണാം. ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കാം. ബൈ. അങ്ങനെ ഞാനൊരു ഉമ്മച്ചി കുട്ടിയായി മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്, അവരൊക്കെ ആയിട്ട് തിരിച്ച് പോവാം. ഇപ്പോൾ സമയം ഒരു 3:15 ഞാൻ പോകാൻ വേണ്ടി താഴോട്ട് വന്നതാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറാണേ. റമദാൻ പ്രമാണിച്ച് ഇവർ നല്ല വൃത്തിക്ക് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും എന്തോ ഒരു ഫ്രഷ് ഫീല് തോന്നും നമുക്കിവിടെ നിൽക്കുമ്പോൾ. ആ ഒരു ഗ്രീനിഷ് കളറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഞാനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇപ്പം. പക്ഷെ നല്ല വെയിൽ കാരണം പിന്നെ ഞാൻ അകത്ത് കയറി. എൻ്റെ കൂട്ടുകാരി 2 പേര് വരാനുണ്ട്, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പം ചെല്ലാമെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ കൂട്ടുകാരി, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റെക്സിൽ. ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് പോകുന്നത്. നല്ല വെയിലാണ്, ഞങ്ങളങ്ങോട്ട് നടക്കുക. ഞാൻ പർദ്ദ ഇട്ടിട്ട് ഇവള് പർദ്ദയല്ലാന്നില്ല, ഇവള് നല്ല സുന്ദരി കുടപ്പിയായിട്ട് വന്നേക്കുന്നു. എനിക്ക് അസൂയ തോന്നുന്നു ഗെയ്സികളോട് സത്യമായിട്ട്. നീ അല്ലേ പറഞ്ഞ ഡ്രസ്സ് ഇടണമെന്ന്? ആക്ച്വലി നല്ല ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇത്രയും അങ്ങ് നല്ലതിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അത്രയും നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവളുടെ ചുരിദാർ. എന്തോ ഒരു രസം. കുറേ നാൾ കൂടി എങ്ങനെ ഷോളൊക്കെ ഇട്ട് ഉള്ള ഒരു ചുരിദാർ സത്യം പറഞ്ഞാൽ കണ്ടത്. നമ്മൾ പുറത്ത് പോകുന്നത് വളരെ കുറവാണ്. പോകുവാണെങ്കിലും നമ്മൾ എന്നെ അടുക്കും ജീൻസും ടോപ്പും പെട്ടെന്ന് അങ്ങ് എടുത്തില്ലോ, അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. എനിവേ ഇന്നിപ്പം ഞാൻ പിന്നെ ഓർത്ത് പറഞ്ഞ് ഞാൻ മേലോട്ടിടുക എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ലല്ലോ, വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചുമ്മാ പർദ്ദ എടുത്ത് അങ്ങ് ഇട്ടത് മേളിലോട്ട്. അങ്ങനെ ഞങ്ങളങ്ങോട്ട് നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫോട്ടോ എടുക്കാൻ പോയി. എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്, എന്ത് പറയാനാ. ഒന്ന് ഒതുങ്ങി വരാനാണ് പറഞ്ഞത്. ഇവളൊരെണ്ണം ഒടുക്കത്തെ ഒരു ഒരുങ്ങി വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത സഹവാസി. ഇന്നത്തെ ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കി ഇഫ്താർ മുറിക്കുക എന്നുള്ളതാണ്. ഞാനിന്ന് നോയമ്പെടുത്ത്, അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ നോയമ്പെടുക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. അന്ന് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് അടുക്കളയിലെ വിശേഷങ്ങൾ കാണിക്കാം. നമ്മൾ ഇന്നത്തെ പരിപാടി ആദ്യം മധുരത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു പായസം, സേമിയ പായസമേ. കട്ട്ലറ്റിനുള്ള കൂട്ട്. ഫിഷ് കൂട്ടത്തില്ല. അങ്ങനെ ഫിഷ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചിക്കൻ കറി, പിന്നെ ഫിഷ് കറി അല്ലാതെ പിന്നെ കൊഞ്ച് ഫ്രൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇച്ചിരി തമിഴ്നാടൻ സ്റ്റൈലാണേ. ഇതിനെല്ലാം കോമ്പിനേഷനായിട്ട് ഫ്രൈഡ് റൈസും. പിന്നെ നോമ്പ് കഞ്ഞി ഇല്ലാതെ നമ്മുടെ ഇഫ്താർ കംപ്ലീറ്റ് ആകത്തില്ലല്ലോ. നോമ്പ് കഞ്ഞി പിന്നെ അനുസരിച്ച് ഉണ്ടായിക്കോളും. സ്നാക്സ് ആയിട്ട് സമൂസ, കട്ട്ലേറ്റ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിനെ വിളിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് നോമ്പ് മുറിക്കാനുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധനമൊക്കെ എടുത്ത് വെക്കുവാണ്. എല്ലാവരുടെയും നോയമ്പൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിലെ നേഴ്സുമാരുടെ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവിധ ആശംസകളും ഒരുപാട് പ്രാർത്ഥനയും. എനിക്ക് തോന്നുന്നു നാട്ടിൽ നമുക്ക് ഇത്രയും സാലറി ഉണ്ടായിരുന്നേ ഇപ്പം ഇവിടെ വന്നേക്കുന്ന പകുതി പേർക്കും ഇവിടെ വരേണ്ട ഒരു ആവശ്യം വരത്തില്ലായിരുന്നു. എനിവേ ഡെയിലും ആ 40,000 രൂപ സാലറി നടപ്പിലാക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഓരോരോ പരിപാടിയിലാണ്. അതുപോലെ അടുക്കളപ്പണിയും ഒക്കെ ആയിട്ട് സമയം ഇപ്പോൾ 6 വരെ ആകുന്നു. അങ്ങനെ ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ പറയാം. ഇതാണ് പായസം, പിന്നെ ഇത് കൊഞ്ച് കറി. ഇത് റെക്സലിനുണ്ടാക്കിയ തമിഴ്നാടൻ സ്റ്റൈലാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പിസ്സയുണ്ട്, പിസ്സ ഇച്ചിരി വെറൈറ്റിക്ക്. അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്. ഇതിന്റെ പേരിനേട്ടാ ഇത് മറ്റേ ഇത് ഈ കളർ അല്ല ആക്ച്വലി. ഇത് ആക്ച്വലി പറയുവാണെങ്കിൽ ഒരു റോസ് കളറാണ് ഇത് ശരിക്കും. ഇതിനകത്ത് കാണുമ്പോൾ ഒരു ലൈറ്റ് റോസ് ആയിട്ട് തോന്നുന്നതാണ്. ഇത് പിന്നെ മാംഗോ ജ്യൂസ്, മീൻകറി, വെള്ളം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനെല്ലാം കോമ്പിനേഷനായിട്ട് ഫ്രൈഡ് റൈസും അവിടെ നോമ്പ് കഞ്ചിയാണ്. നോമ്പ് കഞ്ചി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. ജോണി എനിക്ക് പായസം
അല്ല നമുക്ക് സത്യമല്ലോ ചിക്കൻ കറി ആണോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ ഇരിക്കുന്നതാണ് ആൻസി ചേച്ചി, അപ്പുറം ഇരിക്കുന്നതാണ് ആൻസി ചേച്ചിയുടെ ഹസ്ബൻഡ്. ഞങ്ങളിപ്പോൾ അവരുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. പിന്നെ ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ കഴിക്കേണ്ടത് ആദ്യം എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വെള്ളം കുടിച്ച്, പിന്നെ ഈന്തപ്പഴം എടുത്ത് കഴിച്ച്, പിന്നെ ഈ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. ആദ്യം ഞാനൊരു കട്ട്ലേറ്റ് എടുത്ത് കഴിച്ചു. കട്ട്ലേറ്റ് കഴിച്ച് കഴിഞ്ഞ് പതുക്കെ ഒരു സമൂസ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു പിസ്സ, കുഞ്ഞു പീസ്, ഇതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു എന്ന് പറയണം. രാവിലെ തൊട്ട് കഴിക്കാതിരുന്ന് ഏതായാലും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്തു ഇങ്ങനെ നോയമ്പെടുത്തപ്പോൾ. എന്തൊക്കെയോ നല്ല കാര്യം ചെയ്തതുപോലെ, ഒന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ചെയ്തതുപോലെ തോന്നി. ആൾക്കാരൊക്കെ ട്രോളുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പോലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് ആര് ട്രോളാനാ അല്ലേ? കാണുന്നവരെ കുറവായിരിക്കും. പിന്നെ എന്നാലും എൻ്റെ ഒരു മനസ്സുഖം പിന്നെ എടുത്ത് നോക്കുമ്പോഴാണേലും ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ. അടുത്തതായിട്ട് ഞാനാണെങ്കിൽ പായസം, എനിക്കെപ്പോഴും പായസം കഴിക്കുമ്പോൾ പഴവും പപ്പടവും കൂടിയിട്ട് ഇളക്കി കഴിച്ചാൽ ഇഷ്ടമുള്ളൂ. ഈ പുതപ്പെടുത്തിട്ടേക്കുന്ന അതൊന്നുമല്ല, എനിക്ക് കാറ്റടിച്ചിട്ട് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഞാനും അത് കഴിച്ച് എൻ്റെ ഒരു കൂട്ടുകാരിക്കും അവളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കും വെച്ച് കൊടുത്ത് അവൾക്കും ഇഷ്ടപ്പെട്ടെ. നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഞാൻ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഫീൽ ചെയ്ത് അന്ന് മുതൽ ഞാനിങ്ങനെയാണ് കഴിക്കുന്നത്. ഈ എൻ്റെ വായിൽ നല്ലതൊന്നും വരത്തില്ല. അത് ഞങ്ങൾക്ക് പണ്ടേ അതെന്നതാണേലും ഞാൻ പറയുന്നുണ്ടല്ലോ അത്ര രൂപയ്ക്ക്. ഓക്കെ അല്ലേ? എനിക്ക് കിട്ടി. സമാധാനം പോകുന്നോട് പറഞ്ഞല്ലേ, ക്രിക്കറ്റിന്റെ പകുതിയോട് പറഞ്ഞതാ. ഇല്ല, നല്ല അടിപൊളി ഡയലോഗും കൂടി അങ്ങ് വരട്ടെ. കൂടെ കൂടെ എടി എനിക്കൊരു ടൈം വേണം, കുറച്ച് കഴിഞ്ഞാലേ എനിക്കും കൂടി നന്നായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കഴിക്കാത്തത്. 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒന്ന് കഴിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തിനും വേണം? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ആ വെള്ളത്തിന് ആ വെള്ളം ഇച്ചിരി, ഓംപ്ലേറ്റ് ഇച്ചിരി, ഇടയ്ക്ക് കശുവണ്ടി ഇച്ചിരി, എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക്. അത് അയ്യോ അത് ശരിയാ, മാംഗോ ജ്യൂസ് ഫ്രിഡ്ജിനകത്ത് മാംഗോ ജ്യൂസ്. അതാ പറഞ്ഞേ ഇല്ലല്ലോ. അവക്കിനി എന്തൊക്കെ പറഞ്ഞാലും ഒന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ കഴിക്കാനോ, ഇത്ര നേരം ഉണ്ടായിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കല്ല കയറി ഇറങ്ങി ഇച്ചിരി 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 എടുക്കുമല്ലോ. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും മീൻ കറിയും കൊഞ്ചും കൂട്ടി ഒരു പിടി പിടിക്കാം. അതിൻ്റെ കൂടെ പപ്പടവും നാരങ്ങാച്ചാറുണ്ടേ. അവരെന്നെ ട്രോളിക്കൊണ്ടിരിക്കുക ഞാനിങ്ങനെ ഓരോന്നും എടുക്കുന്നതിന്. അവരവർ പറയട്ടെ, എന്നാലും എനിക്ക് ചെയ്യണം. കൊള്ളൊന്നില്ല, ശരിക്കും കൊള്ളാം. സത്യം അങ്ങനെ ഒരു ദിവസം വന്നാ നിങ്ങളെ മൈൻഡ് ചെയ്തു. അത് അവളുടെ സേവ് ഞാൻ എടുക്കത്തില്ല, അവളുടെ സേവ് ഞാൻ എടുക്കത്തില്ല. അല്ലല്ല, അവളുടെ സേവ് ഞാൻ എടുക്കത്തില്ല. ഞാൻ സുധി അല്ല, അറേബ്യൻ ആറിന്റെ ഓട്ടോ. ശരി, ചിക്കൻ കറിക്ക് ഉപ്പ് കൂടുതലായി ചെയ്യും. ഇതാരും എന്നെ പറയാൻ, ചിക്കൻ കറിക്ക് ഉപ്പ് കൂടുതലായി. പാവം ചേച്ചി പറഞ്ഞു പോലും ഇല്ല. ഞാനും ഉണ്ടാക്കിയതാ ശരിക്കും ഇല്ല. എനിക്ക് കൊഞ്ചം ഒക്കെ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഓരോരുത്തരും അതിന്റെ അതിനെ കുറ്റം പറയുന്നത്. എന്തിന് മസാല കളിക്ക് വെച്ചത്? എടി, ഒരു യൂട്യൂബറിന്റെ വിഷമം നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. 132 വിഷമം, 132 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? പിന്നല്ലാതെ 132 പേരുള്ള അവര് അത്രയും പേര് എന്നെ പൊക്കി പിടിക്കാനുണ്ട്. അതിനകത്ത് ഒരു 2 പേര് നിങ്ങൾ രണ്ടുപേരുവാന്നുള്ളതാണ്.
132 സീറോയിൽ എത്തിക്കാം നമുക്ക്. അതെ. പക്ഷെ കുറെ നാളായി ഇവിടെ വീഡിയോ ഇട്ടിട്ട്. ലാസ്റ്റ് അവളുടെ ബർത്ത്ഡേ കിട്ടുക. സത്യം ബൈക്ക് സപ്പോർട്ട് വേണം. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി നോമ്പ് കഞ്ഞി എടുത്തിട്ട് അതിൻ്റെ കൂടെ കുഞ്ചുകറിയും കൂട്ടി കഴിക്കുക. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നോമ്പ് തറ കഴിഞ്ഞേ. പിന്നെ ഈ 132 പേരുടെ കാര്യമൊക്കെ പറഞ്ഞത് അവളുമാർ വെറുതെ എന്നെ ട്രോളാൻ പറഞ്ഞതാണ്, കാര്യത്തിലൊന്നും എടുക്കണ്ട. ആ 132 പേരാണ് എൻ്റെ സപ്പോർട്ട്. ഈ പെർഫെക്റ്റ് അല്ലാത്ത കുറച്ച് വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും ഒരുപാട് നന്ദി. അന്നേ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.